ദിവാഞ്ചിമൂല തൃശ്ശൂരിലുള്ള ഒരു സ്ഥലമാണ്. തൃശ്ശൂരുകാർക്ക് തന്നെ പല ആൾക്കാർക്കും അറിയില്ല കേട്ടോ. ഞാൻ ഒരുപാട് തൃശ്ശൂർക്കാരോട് ചോദിക്കുമ്പോൾ അവരും ചോദിക്കും എന്താണ് ഈ ദിവാഞ്ചിമൂല എന്ന്. എനിക്കൊന്ന് സംവിധായകന് ഈ കുറച്ച് ക്രേസി ആയിട്ടുള്ള പേരുകൾ, എല്ലാവർക്കും പറയാൻ ബുദ്ധിമുട്ടുള്ള പേരുകൾ വേണമല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചൂസ് ചെയ്ത ഒരു കോളനി ആയിരിക്കണം ദിവാഞ്ചിമൂല. അത് തൃശ്ശൂരിലുള്ള റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിനൊക്കെ അടുത്തുള്ള ഒരു കോളനിയാണ് ദിവാഞ്ചിമൂല. ഞാനിപ്പോഴും ഒരു ഫിലിമിൽ നിന്ന് പുറത്തിറങ്ങി നിന്ന് സിനിമ കാണുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ് സിനിമയുടെ ആളുകളുടെ കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ സിനിമയെ കുറ്റം പറയാൻ പാടില്ല, അങ്ങനെയൊന്നുമല്ല. എല്ലാവരെ പോലെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സിനിമയിൽ അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നൊക്കെ പറയുകയും നായികയുടെ ആ ഒരു ആംഗിളിൽ തീരെ ശരിയായില്ല, മേക്കപ്പ് ശരിയായില്ല. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഒരു സാധാരണ ഒരു ആളെപ്പോലെ ഇരുന്ന സിനിമ കാണുകയും അതിന് എൻ്റേതായ ഒപ്പീനിയൻസ് ഉള്ള ഒരാളൊക്കെയാണ് ഞാൻ. സിനിമ ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര ഒരു യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഞാൻ ആക്ച്വലി സിനിമ വന്ന് ചെയ്യണം എന്നൊന്നും ഒട്ടും വിചാരിക്കാതിരുന്ന സിനിമയിൽ വന്നൊരാളാണ്. ഇപ്പോഴും അതൊരു കരിയറായിട്ട് മുന്നിൽ കൊണ്ടുപോകണോ, എനിക്ക് അഭിനയിക്കാൻ അറിയുമോ, ഇനി വരുന്ന ക്യാരക്ടേഴ്സ് പെട്ടെന്ന് ഒന്ന് കരയാൻ പറഞ്ഞ ക്യാമറ നോക്കി അത് അഭിനയിക്കുന്നവരെ എനിക്ക് ഓരോ സീനിന് പോകുന്നതിന് മുമ്പ് എനിക്ക് തന്നെ ടെൻഷനാണ്, ഇത് ചെയ്യാൻ പറ്റുമോ. കാരണം എൻ്റെ മുന്നിൽ ഞാൻ തന്നെ ഒരു വലിയ ക്രിട്ടിക്കാണ്. എനിക്ക് ഞാൻ ചെയ്യുന്നത് പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ എന്നെ ആദ്യം പ്ലീസ് ചെയ്യിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ജോബ്. ആൻഡ് യെസ്, ആക്ടിങ് സ്റ്റാർട്ടിങ് വിത്ത് മമ്മൂക്ക വാസ് മൈ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മൗണ്ട് എവറസ്റ്റ് കീഴടക്കി കഴിഞ്ഞു. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു, അതും അന്ന് റസൂൽ പൂക്കുട്ടിക്കയുടെ കൂടെ നിന്ന് സിങ്ക് സൗണ്ടിൽ, അതായത് ലൈവ് ഡബ്ബിങ്ങിൽ തിരുവനന്തപുരത്തുകാരിയായ ഞാൻ കണ്ണൂർ ഭാഷ പറഞ്ഞാണ് ഞാൻ അഭിനയിച്ചത്. അപ്പോൾ അതൊക്കെ എൻ്റെ ലൈഫിലൊരു വലിയ ചലഞ്ചായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി വരുന്നതൊക്കെ ഇതിൽ നിന്നും ചെറുതായിരിക്കും. സോ അതിനുശേഷം ഞാൻ അത്ര ഭയങ്കര സ്ട്രോങ് റോൾസ് ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെ അതിനുശേഷം ഞാനൊരു സ്ട്രോങ് റോൾ ചെയ്തിരിക്കുന്നത് ദിവാഞ്ചിമൂലയിലാണ്. ഇതിലും എനിക്ക് ഭാഷ തന്നെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇതിലും ഒരു ഫുൾ ലെങ്ത് തൃശ്ശൂർ ഭാഷ പറഞ്ഞാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അത് ഡബ്ബിങ്ങിലൊക്കെ ഒരുപാട്, അതായത് തൃശ്ശൂർക്കാരിയായിട്ട് അഭിനയിക്കുന്നത് പോലെയായിരുന്നു എൻ്റെ ഡബ്ബിങ്. അപ്പം ഇവരെന്നെ കറക്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ വെച്ച് എനിക്ക് തോന്നുന്നു ആളുകളെ ഏറ്റവും കൂടുതൽ ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ എങ്കിലും ഇഷ്ടപ്പെടുന്നത് പുണ്യാളൻ അഗർബത്തീസിലൂടെയാണ്. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ട് എന്താ പുണ്യാളൻ അഗർബത്തീസിലെ സെക്കൻഡ് പാർട്ടിൽ കണ്ടില്ലല്ലോ. അത്രയും മെസ്സേജസ് പുണ്യാളൻ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഇമ്മെൻസ് മെസ്സേജസ് ആയിരുന്നു ഓൺ ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ആൻഡ് എവറിത്തിങ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സിനിമയിൽ ഞാൻ ചെയ്ത ക്യാരക്ടറൊക്കെ ആളുകൾ ഇത്രയും ഓർത്തിരുന്നു, അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ. സോ അതുകൊണ്ട് ഒരു സിനിമയിലൊരു ക്യാരക്ടറിന് ലെങ്ത് അല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ചെയ്തത് ചെറുതാണെങ്കിലും അത് ആളുകളുടെ മനസ്സിലേക്ക് അത് എത്തിയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. അത് ഓഫ് കോഴ്സ് ഒരു തൃശ്ശൂർ മൂവി ആണെങ്കിലും ഞാൻ തൃശ്ശൂർക്കാരിയായിട്ടല്ല ആ സിനിമയിൽ അഭിനയിച്ചത്. അതിനകത്ത് ഞാനൊരു കോട്ടയത്തുകാരി അച്ചായത്തി ഒരു അനു ആയിട്ടാണ് അഭിനയിച്ചത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ അതും ഒരു തൃശ്ശൂർ സിനിമയാണ്, ദിവാഞ്ചിമൂലയും ഒരു തൃശ്ശൂർ സിനിമയാണ്. അപ്പം പുണ്യാളൻ എത്രത്തോളം ആളുകൾക്ക് ഇഷ്ടമായോ അതുപോലെ അതിനേക്കാൾ മുകളിലും ഒക്കെ ദിവാഞ്ചിമൂലയും ഇഷ്ടപ്പെടട്ടെ. കാരണം തൃശ്ശൂർ ഭാഷയും അവിടുത്തെ ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ട്. അവരുടെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അവരത് ഏറ്റെടുക്കും. അവർക്ക് ആ സിനിമയിലെ ഡയലോഗ്സ് പറയാനും, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരമൊക്കെ നമ്മൾ കാണുമ്പോൾ അറിയില്ല എത്ര ആവേശമാണ് അവിടെ ആളുകൾ കാണിക്കുന്നില്ല. അപ്പോൾ തൃശ്ശൂർക്കാരുടെ ഒരു ആവേശമുണ്ട്, അവരുടെ ഒരു സ്നേഹമുണ്ട് അവരുടേതായ സാധനങ്ങളിലൂടെ. അപ്പം അതുപോലെ ഒരു തൃശ്ശൂർ സിനിമയാണെങ്കിൽ അവരത് ഏറ്റെടുക്കും. അതുകൊണ്ടാണെന്ന് തോന്നി ഇപ്പോൾ ഒരുപാട് തൃശ്ശൂർ സിനിമകളൊക്കെ വരുന്നു. ദിവാഞ്ചിമൂല പക്ഷേ ഡിഫറെൻ്റ് ആണ് കേട്ടോ, എല്ലാവരും പോയി കാണണം. എനിക്ക് അനിൽ രാധാകൃഷ്ണ മേനൻ എന്ന വ്യക്തി എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് സപ്തമശ്രീയുടെ സമയം തൊട്ടേ അറിയാം. ഞങ്ങൾ ആക്ച്വലി ആ സിനിമ ഒരുമിച്ച് ചെയ്യാനിരുന്നതാണ്. ബട്ട് സംഭവം ആ സിനിമ എൻ്റെ കരിയറിൽ നടന്നില്ല. ആ സിനിമ നടന്നുവെങ്കിലും എനിക്കതിൻ്റെ ഭാഗമാകാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷമാണ് ദിവാഞ്ചിമൂല വരുന്നത്. അപ്പോൾ എനിക്ക് ആ സമയം തൊട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ പരിചയമുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഡയറക്ടറായിട്ട് അവിടെ നിൽക്കുന്ന ഒരു കമാൻഡിങ് പവർ ഉണ്ടല്ലോ. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ നിൽക്കുന്ന ഡയറക്ടറാണ്, നമ്മുടെ ഫ്രണ്ടല്ല. അപ്പോൾ പേടി ആസ് സച്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനകത്ത് കുറേ ലോങ് ഡയലോഗ്സ് ഉണ്ട്. പിന്നെ ഞാൻ കയ്യിലെടുക്കേണ്ട ഡയലോഗ്സും പെർഫോമൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്നെ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ പേടി. ഞാനിത് ചെയ്യും, അവിടെ എത്തുന്നത് വരെ എനിക്ക് എപ്പോഴും ഭയങ്കര സ്കെയറാണ്, എനിക്കിത് മുന്നോട്ട് കടക്കാൻ പറ്റുമോ എന്നൊക്കെ. സോ എന്നെ വിശ്വസിച്ച് ആ ഒരു ക്യാരക്ടർ തന്ന അനിലേട്ടന് മോശപ്പേരാകല്ല എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പേടി, റാദർ ദൻ എനിത്തിങ് എൽസ്. ആൻഡ് ഐ തിങ്ക് ഹി മേക്സ് എവറിബഡി വെരി കംഫർട്ടബിൾ. അങ്ങനെ ഒരു പേടിച്ച് പോയിട്ട് ആക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും വലിയ മൂവിയൊക്കെ ചെയ്ത ആളാണെങ്കിലും ആളവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് തോന്നി ഇതുവരെ സിനിമ അദ്ദേഹം കണ്ടിട്ടും കൂടി ഇല്ല എന്ന്. കാരണം അത്രയും ഭയങ്കര കാഷ്വലായിട്ട് നമ്മളൊരിക്കലും ആളുടെ മനസ്സിൽ ഈ സിനിമയൊക്കെ ഉണ്ടോ, ഇതിങ്ങനെയാണോ ഇരിക്കുന്നത്. അപ്പോൾ ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, പക്ഷെ അതിന് വലിയൊരു ഹ്യൂ ആൻഡ് ക്രൈയോ ഭയങ്കര സംഭവമൊന്നും കാണിക്കുന്നില്ല. ഭയങ്കര റിലാക്സ്ഡ് ആണ്. സോ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര റിലാക്സ്ഡ് ആവും. പ്രവാസ ജീവിതം
എല്ലാവരും ഒരു മലയാളിയുടെ മനസ്സിൽ എപ്പോഴെങ്കിലും നമ്മളൊന്നൊരു വിദേശ രാജ്യത്ത് പോകണം എന്നാഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ഇപ്പോൾ ശരിക്കും ദുബായിലെ ആളുകൾ ചോദിക്കുന്നത് നിങ്ങളുടെ കേരളത്തിലെ ആളുകൾ ബാക്കിയുണ്ടോ എന്നാണ് അവർ കളിയാക്കി ചോദിക്കുന്നത്, അവിടുത്തെ അറബ്സൊക്കെ. കാരണം അത്രയും മലയാളികൾ, അവിടെ അറബിക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും കൂടെ കുഴപ്പമില്ല, പക്ഷേ മലയാളം അറിയണം എന്നാണ് പറയുന്നത്. അത്രയും മലയാളികളുണ്ട്. അത് ഒരു ഭയങ്കര നല്ലൊരു ഫാക്ടറാണ്. കാരണം ഞാൻ അവിടെ ഒരു മലയാളം റേഡിയോ സ്റ്റേഷൻ്റെ രാവിലത്തെ ഷോ കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാൻ ആ ഷോ ചെയ്യാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അത്രയും മലയാളികളോടാണ്. അപ്പോൾ ഞങ്ങളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മില്യണിൽ കൂടുതൽ ആളുകൾ എല്ലാ ദിവസവും രാവിലെ എന്നെ കേൾക്കുന്നു എന്നാണ് കണക്ക്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഭയങ്കര ഒരു ഫീലല്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് മാറി ഭയങ്കര ഫെറാറിയും ലാംബോർഗിനീസും അങ്ങനത്തെ കാറുകളൊക്കെ പോകുന്ന ഒരു നഗരത്തിൽ ആ കാറുകൾക്കുള്ളിൽ കേൾക്കുന്നത് ഒരു മലയാളം FM ആണ്, ആ മലയാളം പാട്ടുകളാണ് കേൾക്കുന്നത്, നമ്മുടെ ഭാഷയാണ്. അതിന് ഭയങ്കര ഒരു കോൺട്രഡിക്ഷനും ഒരു ബ്യൂട്ടിയൊക്കെ ഉണ്ട്. ആൻഡ് ഈ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ഒരുപാട് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ലോകം കാണണം, സഞ്ചരിക്കണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലേക്ക് ഈ സിനിമകൾ വളരുന്നത് കാരണം എനിക്ക് കുറേ ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു വർഷത്തിൽ തന്നെ ഞാൻ മേ ബി ഒരു 10-20 പ്രാവശ്യം ട്രാവൽ ചെയ്യുമായിരിക്കും, അപ്പ് ആൻഡ് ഡൗൺ. അപ്പം ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് സിനിമ ലക്കിലി ഹാപ്പൻ ടു മീ. ആൻഡ് ദുബായിലുള്ള ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അവരെന്നെ പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും തന്നെ ചോദിക്കാനുള്ളൂ, നൈല സിനിമയിൽ അഭിനയിക്കുന്നില്ലേ, പുതിയ സിനിമ ഏതാ? അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിച്ച റേഡിയോയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇല്ല റേഡിയോയിലും വേണം സിനിമയിൽ വേണമെന്നൊക്കെ പറയും. സോ അവർ ഇപ്പം നൈലയുടെ സിനിമ, അതായത് ഇപ്പം മമ്മൂക്ക അഭിനയിച്ചാൽ പോലും അവർക്ക് ആ സിനിമ നൈലയുടെ സിനിമയാണ്. കാരണം അത്രയും ഭയങ്കര സ്നേഹമാണ് അവിടെയുള്ള ആളുകൾക്ക്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നാടുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തും നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ പഴയ സത്യനന്ദിക്കാടിൻ്റെ സിനിമയൊക്കെ കണ്ട് നമ്മളെല്ലാവരും വിചാരിക്കും എല്ലാം കളഞ്ഞ് നാട്ടിൽ പോയിട്ടൊന്ന് സെറ്റിൽ ചെയ്യണം. സോ അങ്ങനെ ഭയങ്കര ഒരു ഗൃഹാതുരത്വം ഫീലുള്ള ആളുകളാണ് നമ്മളൊക്കെ. സോ അതൊരു സ്ട്രോങ് കണക്റ്റാണ്. ഈസ് ലൈക്ക് യു ആസ്ഡ്, അവിടെ നിന്ന് പറന്നിടയ്ക്ക് നാട്ടിലേക്ക് വരുന്നു, സിനിമ ചെയ്യുന്നു, പക്ഷേ ഐ ഡോണ്ട് ഫൊർഗെറ്റ് ടു ഗോ ബാക്ക് ആൻഡ് ഡു മൈ ജോബ് ആസ് വെൽ. ഞാൻ ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് എനിക്ക് ആക്ച്വലി ഒരു ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീമായിരുന്നു സൂര്യയെ കാണാൻ. അപ്പോൾ ആളുകൾ പറഞ്ഞു, അത് ശരി നൈല അപ്പോൾ ഏത് സമയത്തായിരിക്കും ചൈൽഡ്ഹുഡ് ഡ്രീം എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയിരുന്നു. പക്ഷേ ഞാൻ 10th പഠിക്കുമ്പോഴാണ് അനിയത്തിപ്രാവ് എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. അപ്പം ആ സമയത്തെന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ നമ്മുടെയൊക്കെ ഹോട്ട് ഫേവറേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് മഴവിൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് മഴവിലിൻ്റെ ആദ്യമായിട്ട് ഇവർ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ്സ് ഇറക്കിയിരുന്നു. ഞങ്ങളൊക്കെ ആ ഫോട്ടോ ഒക്കെ എടുത്ത് പില്ലോടെ അടിയിലൊക്കെ വെച്ച് കിടക്കുമായിരുന്നു. എൻ്റെ ഇറക്കത്തിൽ നിന്ന് എണീറ്റ് കുഞ്ചാക്കോ ബോബൻ്റെ മുഖം കണ്ട് വീണ്ടും കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ സ്കൂളിൻ്റെ താഴെയാണ് ശാലിനിയുമായിട്ട് ചെയ്തിരുന്ന ഒരു 2ാമത്തെ ഫിലിം ഉണ്ടല്ലോ, എന്തായിരുന്നു സിനിമയുടെ പേര്? പ്രിയമല്ല, നിറമല്ല, മറ്റേ നക്ഷത്രത്താരാട്ട്. അപ്പം കുഞ്ചാക്കോ ബോബനും ശാലിനിയും കൂടെ ചെയ്ത നക്ഷത്രത്താരാട്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അവിടെയാണ് നടന്നത്. അപ്പം ഞങ്ങളൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ട് ആ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കുറേ കഴിഞ്ഞ് വളർന്ന് വലുതായപ്പോൾ ചാക്കോച്ചനെ അല്ലാതെയും എനിക്ക് റേഡിയോ ത്രൂ പരിചയമുണ്ട്. ചാക്കോച്ചൻ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് കൂടിയാണ്. അപ്പോൾ ചാക്കോച്ചനൊത്ത് സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഇതിനകത്ത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രണയ സീക്വൻസ് ഒന്നും ഇല്ല. പക്ഷേ ഈ സിനിമയിൽ പ്രണയമൊന്നും ഒരു വിഷയമേ അല്ല. ഇതിനകത്ത് മറ്റ് ഇമോഷൻസാണ് കൂടുതൽ ലീഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തോ ഒരു ലവ് ആംഗിൾ ഉണ്ടെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചാക്കോച്ചന് ഞാനും അറിഞ്ഞിട്ട് തന്നെ ഇല്ല അങ്ങനെ ഒരു സ്നേഹം സംഭവിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ അഭിനയിക്കുമ്പോൾ ചാക്കോച്ചൻ പറയും നൈലയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രേമം എങ്ങനെ വരും എന്നൊക്കെ. സോ ഇറ്റ് വാസ് നൈസ്. ചാക്കോച്ചൻ ഭയങ്കര ഒരു പാവാണ്. ആളുടെ അടുത്തപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന രാഹുൽ ചോദിച്ചു, എങ്ങനെയാ ചേട്ടാ ഹൗ ഡു ആക്ട്? അപ്പം ചാക്കോച്ചൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ ഞാനേ ദൈവത്തിനെ വിളിച്ചിട്ടാണ് അഭിനയിക്കുന്നത്, എന്നോട് ചോദിക്കരുത്. സോ ഈസ് എ വെരി സിമ്പിൾ ടേൺ പേഴ്സൺ. ഭയങ്കര ഭാര്യയോട് സ്നേഹമാണ്. അപ്പോൾ ചാക്കോച്ചൻ്റെ എല്ലാ ആരാധകരോടും പറയാണ്, എല്ലാ പെൺകുട്ടികളോടും, ചാക്കോച്ചന് ഭാര്യയാണ് ജീവിതത്തിൽ എല്ലാം. അപ്പോൾ നിങ്ങൾ വെറുതെ ജീവിതം കഷ്ടപ്പെടുത്തി ഈ ചോര കൊണ്ട് കത്തെഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആളുടെ ലൈഫിൽ ആളുടെ പ്രിയയാണ് എല്ലാം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഞാൻ ചെയ്യുന്ന എൻ്റെ റേഡിയോ ആണ്. കാരണം ലോകത്തിലെ ഫസ്റ്റ് മലയാളം FM റേഡിയോ ആണ് എൻ്റെ റേഡിയോ. ആൻഡ് ആ റേഡിയോയിൽ ആദ്യം ഷോ ചെയ്ത ആൾ ഞാനാണ്. അപ്പോൾ ലോകത്തിലെ ഫസ്റ്റ് മലയാളം FM ഫീമെയിൽ റേഡിയോ ജോക്കിയാണ് ഞാൻ. ഇങ്ങനൊരു ടൈറ്റിൽ എന്തായാലും സിനിമയിൽ എനിക്ക് കിട്ടില്ല. അപ്പം അതല്ലാതെ തന്നെ റേഡിയോ ഒരു ഭയങ്കര ഒരു രസമുള്ളൊരു സംഭവമാണ്. ഒരു പക്ഷേ അത് കേട്ടിപ്പോൾ നിങ്ങളിപ്പം എൻ്റെ ഷോ കേട്ട് ദുബായിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തോന്നില്ല ഞാൻ ഇത്രയും ആളുകളോടാണ് സംസാരിക്കുന്നത്. യു വിൽ ഓൾവേസ് ഫീൽ ഞാനും നിങ്ങളുമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ കണക്റ്റ് ഉണ്ടല്ലോ. എന്നെ എവിടെ വെച്ച് കണ്ടാലും ആർക്കും അങ്ങനെ ഒരു സെലിബ്രിറ്റി ഫീലൊന്നുമില്ല. എന്നും നമ്മളോട് സംസാരിക്കുന്ന നൈല, നമ്മുടെ നൈലയുടെ സിനിമ, അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഒരു റിലേഷനാണ് റേഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ റേഡിയോയിലുണ്ട്. എൻ്റെ ഷോ കേട്ടിട്ടുള്ള ആളുകളൊക്കെ റിട്ടയറായി ദുബായിൽ നിന്ന് പോയി, പക്ഷെ എന്നാലും ഞാൻ ആ ഷോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു വല്ലാത്തൊരു പാഷനാണ്. ആൻഡ് ആ ജോബ് എന്നെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു. എൻ്റെ കമ്പനിയും എല്ലാവരും എന്നെ സീരിയസ് ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ജോബിനെയും സീരിയസ് ആയിട്ട് കാണുന്നു. സോ സിനിമ ഡെഫിനറ്റ്ലി ഒരു ബിഗർ ഫ്രെയിമാണ്.
എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് സിനിമ. എന്നെ കൊണ്ട് ചെയ്യാൻ കുറച്ചും കൂടെ മികച്ചത് എന്ന് എനിക്ക് തോന്നുന്നത് ഇസ് റേഡിയോ. ആക്ച്വലി ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത് ചാക്കോച്ചൻ ചെയ്തിരിക്കുന്ന കസ്തൂരി മാൻ എന്ന സിനിമയിലെ ക്യാരക്ടറിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്ന്. ആക്ച്വലി ആ സിനിമയിലെ ക്യാരക്ടറോ ഇതിലെ ചാക്കോച്ചൻ്റെ ക്യാരക്ടറായിട്ട് ഒരു ബന്ധമില്ല. എനിക്ക് തോന്നുന്നു പേര് മാത്രമാണ് സെയിം. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് പഴയ സിനിമകളിൽ, അതായത് തൃശ്ശൂരിലെ ഹിറ്റായ 3 സിനിമകൾ, ഇപ്പം തൂവാനത്തുമ്പികൾ എന്ന സിനിമയ്ക്കകത്ത് അശോകൻ ചേട്ടൻ ചെയ്തിരിക്കുന്ന ഋഷി എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടർ അശോകൻ ചേട്ടൻ തന്നെ ആ ക്യാരക്ടറായിട്ട് വരികയാണ്. അതുപോലെ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ്, അത് തൃശ്ശൂരിലെ ഹിറ്റായ മറ്റൊരു സിനിമ, ആ സിനിമയിൽ ടിനി ടോം തന്നെ ആ ക്യാരക്ടറായിട്ട് വരികയാണ്. പിന്നെ ഇപ്പോൾ ലീഫ് വാസു എന്ന സുധീർ കടമന ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, അദ്ദേഹം സപ്തമശ്രീ തസ്കരഹ എന്ന തൃശ്ശൂരിലെ ഹിറ്റായ മറ്റൊരു സിനിമ, ആ ക്യാരക്ടർ ആ സിനിമയിൽ നിന്ന് വരുന്നു. അപ്പോൾ നമ്മളൊരു സിനിമ കഴിഞ്ഞ് നമ്മൾ ആലോചിക്കില്ല ഈ സിനിമയിലെ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ എവിടെ പോയി, അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും അല്ലേ, നമ്മൾ ആലോചിക്കുമല്ലോ. ഹിസൈനസ് അബ്ദുള്ള ഇപ്പോൾ ശരിക്കും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ആ കൊട്ടാരത്തിലുണ്ടാവും. അങ്ങനെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരിലെ ഈ ക്യാരക്ടേഴ്സൊക്കെ ദിവാഞ്ചിമൂലയിലെ റേസ് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര കണക്റ്റാണ്. അപ്പോൾ അതങ്ങനെ ചിന്തിക്കുന്ന ഒരു ഡയറക്ടറിൻ്റെ ഒരു ക്രിയേറ്റീവ് മൈൻഡ്. ഈ പറഞ്ഞതുപോലെ ഇതൊരു പരീക്ഷണ സിനിമയാണ്. കാരണം മലയാള സിനിമയിൽ ഇതുവരെ പറയാത്തൊരു നരേഷൻ സ്റ്റൈലിലാണ് ഈ സിനിമ പോകുന്നത്. മാത്രമല്ല സപ്തമശ്രീ തസ്കരഹായിലെ സിനിമയിൽ നമുക്കറിയാലോ 3 പേരിങ്ങനെ കുഴിക്കുന്നുണ്ടല്ലോ, അവർ കുഴിച്ച് പോയിട്ട് ഓരോ സ്ഥലങ്ങളിലെത്തുന്നു. അങ്ങനെ അവർ കുഴിച്ച് ഈ റേസിലെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഒരു നരേഷനിലൂടെയാണ് ഈ സിനിമയുടെ കഥ പല ഘട്ടങ്ങളിലായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, നമുക്കൊരു ഡിഫറെൻറ്റ് വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ ഡെഫിനറ്റ്ലി തരിക. ആക്ച്വലി ദിവാഞ്ചിമൂല ഗ്രാൻഡ് പ്രിക്സ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് പുണ്യാളൻ അഗർബത്തീസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഈ സിനിമയുടെ റേസ് ഷൂട്ട് ചെയ്യാനായിട്ട് മഴയും, ഞങ്ങളൊരു പ്രോപ്പർ റേസ് കണ്ടക്ട് ചെയ്യായിരുന്നു. കാരണം ഈ സിനിമ എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ റേസേഴ്സിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്ന്. അവരുടെ ജീവിതം മുഴുവൻ ത്യാഗം ചെയ്താണ് ഒരു റേസിന് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ അവരുടെ വീട്ടിൽ അവർ അമ്മമാരൊക്കെ പറയായിരിക്കും പോണ്ട മോനെ, കാരണം ബൈക്ക് റേസേഴ്സിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാം, കാലിൽ കമ്പിയിടുക, കയ്യിൽ സ്ക്രൂ വെക്കുക, ഡാമേജ് ആയിട്ട് അവർ കുറേ നാൾ ഹോസ്പിറ്റലൈസ് ആയി കിടക്കുക. പക്ഷേ അവർക്ക് ഈ റേസ് ചെയ്ത് കുറേ കാശ് കിട്ടുന്നുണ്ടോ? ഇല്ല. ഒരു ബൈക്ക് റേസിന് അവർക്ക് കിട്ടുന്ന പ്രൈസ് മണി എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രൈസ് മണിയാണ്. അവരുടെ ഒരു സ്ലോഗൻ തന്നെ ഇതാണ്, പണം പോട്ടെ പവർ വരട്ടെ. അതാണ് തൃശ്ശൂർക്കാരുടെ ബൈക്ക് റേസ് സ്ലോഗൻ. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഇവരുടെയൊക്കെ കഷ്ടപ്പാട് കണ്ട് നമ്മൾ ആക്ച്വലി ഒരു ബൈക്ക് റേസ് ആക്ച്വലായിട്ട് നടത്തി. അതായത് ഇന്ത്യയിലൊട്ടാകെ നിന്നിട്ടുള്ള ബൈക്ക് റേസേഴ്സ് വന്ന് ഒരു പ്രോപ്പർ ബൈക്ക് റേസ് നടത്തിയിട്ടാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവർക്ക് വലിയൊരു പ്രൈസ് മണി ഇതുവരെ കൊടുത്തിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ പ്രൈസ് മണി കൊടുത്തിട്ടുള്ളൊരു റേസ് നടത്തി. സോ ഈ സിനിമയുടെ റേസ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് വൈകിയത് കൊണ്ടാണ് ഈ സിനിമയുടെ റിലീസ് വൈകിയത്. പക്ഷേ ഇത് പുണ്യാളനൊക്കെ മുന്നേ ഷൂട്ടിംഗ് തീർത്തതാണ്. പുണ്യാളനിൽ അഭിനയിക്കാത്തതിൻ്റെ റീസൺ എനിക്ക് വേറെയാണ്. അതും ദിവാഞ്ചിമൂലയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. എനിക്കൊരു സിനിമ ചെയ്യണമെങ്കിൽ അതിനകത്ത് എനിക്കൊരു അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉണ്ടാകണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ കഥ എന്നോട് പറയുമ്പോൾ ഇത് കൂടുതലും സ്കൈപ്പ് കോൾസിൽ വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. സിനിമയുടെ കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസോ ക്യാരക്ടർ കുറച്ചും കൂടെ വലുതാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു കഥയല്ല സിനിമയ്ക്കകത്ത്. ഇതിനകത്ത് ജയസൂര്യയെ തന്നെ കാണിക്കാൻ സിനിമ ഓൾമോസ്റ്റ് ഫുൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിനുള്ള സ്പേസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാക്ക് ഔട്ട് ചെയ്തതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ TV സീരിയലിൽ കാണുന്നത് പോലെ നായികയില്ലെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോൾ പിന്നെ ഫോട്ടോ വയ്ക്കാം. അങ്ങനെ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചു. പക്ഷേ ഫോട്ടോ വെച്ചൊക്കെ എനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ അറിയുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം നമ്മളിപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ എല്ലാവരും പറയുന്നു, അയ്യോ നൈല ആ സിനിമയ്ക്കകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, ആ ഒട്ടും ഉണ്ടായിരുന്നില്ല അല്ലേ, സ്കൈപ്പിൽ മറ്റേ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ സിനിമയ്ക്കകത്ത് ഞാൻ വരാതിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ആളുകൾ അത്രയും നോട്ടീസ് ചെയ്തിരുന്നു എന്നൊക്കെ. സോ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ നൈല ചേച്ചിയെ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര സന്തോഷം. ആൻഡ് സെക്കൻഡ് തിങ്, എന്നെ എല്ലാവരും ചേച്ചി എന്ന് വിളിച്ചാണ് കൂടുതലും മെസ്സേജ് അയക്കാറുള്ളത്. അത് വേറൊരു സന്തോഷം. എല്ലാവരും 90% എനിക്ക് വരുന്ന മെസ്സേജസും നൈല ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു സ്നേഹമുണ്ട്. സോ അതിനും ഒരു ബിഗ് താങ്ക് യു. നമ്മൾ നേരത്തെ ഞങ്ങളെപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇപ്പം സിനിമയിൽ നായികമാർക്ക് ശമ്പളം കുറയുന്നു, നായകന്മാർക്ക് എന്തുകൊണ്ട് ഇത്രയും വലിയ ശമ്പളം, അതങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു പോളിസി ഉണ്ടല്ലോ, ഡിമാൻഡ് ഉള്ളിടത്തെ നമുക്ക് സപ്ലൈ ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണ്. നമ്മൾ ഒറ്റയ്ക്കൊരു സിനിമ പോകുമ്പോഴത്തേക്ക് എൻ്റെ പേരിൽ സിനിമയ്ക്ക് വലിയ സാറ്റലൈറ്റ് കിട്ടുന്നു, എന്നെ കാണാൻ വേണ്ടി ആളുകൾ തിയേറ്ററിൽ എത്തുന്നു എന്നൊരു സമയം വരുമ്പോൾ നമുക്ക് ഒരുപാട് ചാർജ് ചെയ്യാം. പക്ഷെ അതെനിക്ക് തോന്നുന്നത് ഒരു സിനിമയുടെ മൊത്തത്തിലുള്ളൊരു സംഭവമാണ്. കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, ലോകമെമ്പാടും എല്ലാ സിനിമയിലും സിനിമ എന്ന് പറയുന്നത് ഒരു മെയിൽ ലെഡ് ഇൻഡസ്ട്രിയാണ്. അത് ആളുകൾ സിനിമയിൽ നായകന്മാരെ നോക്കി തന്നെയാണ് പോകുന്നത്. അത് എന്നും മാറും എന്ന് എനിക്കറിയില്ല.
ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ പോലും ഒരു ഫീമെയിൽ സെൻട്രിക് മൂവി ആണെങ്കിൽ ഒരുപക്ഷെ ആരാണ് ആ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നതാവോ, അപ്പോൾ ഇവരാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ സ്ക്രിപ്റ്റ് ആയിരിക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ച് പോകും. ചിലപ്പോൾ ഒരു ഫീൽ ഗുഡ് ഒരു ഫീമെയിൽ, ഒരു ക്വീൻ പോലുള്ള ഒരു ഫീമെയിൽ സബ്ജക്റ്റോ അങ്ങനെയൊക്കെ വരുന്നതല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ടു മെനി കമ്മിങ് അപ്പ് അല്ലേ. സോ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഡിഫറൻസ് മലയാള സിനിമയിൽ വരാമെങ്കിൽ അതിൻ്റെ കാരണം ഇപ്പം നമ്മൾ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരൊക്കെ തന്നെയാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന സിനിമ ഏതാണ്, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആരുടെ സിനിമകളാണ്, അവർക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഡിമാൻഡാണ് സിനിമയ്ക്ക് അകത്തുണ്ടാവുന്ന ഒരു വേർതിരിവ് തന്നെ. പിന്നെ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു പക്ഷേ നമ്മൾ അവരുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളിടുന്ന എഫേർട്ടും സെയിം അല്ലേ, പിന്നെ അതിന് അവർക്ക് കൂടുതലും പ്രിവിലേജസും കാശും ഒക്കെ നമുക്ക് എന്താ കുറയുന്നതെന്ന് നമ്മൾ തന്നെ ആലോചിക്കും. ബട്ട് ഐ തിങ്ക് ഹോൾ വേൾഡ് വൈഡ് അങ്ങനെ ഒരു മാറ്റം വരണമായിരിക്കും. പ്രേക്ഷകർ ഉൾപ്പെടെ മാറുന്ന ഒരു സമയം വരുമ്പോൾ അങ്ങനെ ഒരു മാറ്റം വരാം. പിന്നെ യെസ്, എല്ലാവർക്കും ഈ എക്സ്പ്ലോയിറ്റേഷൻ ഡെഫിനറ്റ്ലി നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഇവർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നിടത്ത് എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ നടക്കും. അതിപ്പോൾ വീട്ടുജോലിക്ക് വരുന്ന ഒരാളാണെങ്കിലും, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും, സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും, ഇവർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്, അല്ലാതെ നമുക്കല്ല അവരെ ആവശ്യം എന്നൊരു തോട്ട് വരുന്ന സ്ഥലത്ത് എക്സ്പ്ലോയിറ്റേഷൻസ് ഹാപ്പൻ. Of course, yes, that is sad to hear, and I think അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അൺഫോർച്ചുനേറ്റ് ആണ്. just make sure that everybody gets this feeling that they need us more than we need them. അങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഒന്നൊരു ഈക്വലൈസ്ഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് എക്സ്പ്ലോയിറ്റേഷൻ ഹാപ്പനിങ് എനിവെയർ, അത് ഈവൻ മെയിൽസ് ഗെറ്റ് എക്സ്പ്ലോയിറ്റഡ്. ഇപ്പം ഫീമെയിൽ മാത്രമല്ല എക്സ്പ്ലോയിറ്റേഷൻ പല സ്ഥലങ്ങളിലും എനിക്കറിയാം. ഇപ്പം പല പണികൾ ചെയ്യുന്ന സ്ഥലത്ത് കൂടുതലും പുറത്ത് പോയി ജോലി ചെയ്യുന്നത് ആണുങ്ങളാണ്. ഇപ്പം പുറം രാജ്യത്തൊക്കെ നോക്കുകയാണെങ്കിൽ ബിൽഡിംഗ് പണിയും അവിടെ ഇവിടെയൊക്കെ ഓവർ ടൈം വർക്ക് ചെയ്ത് ശമ്പളം കിട്ടാത്ത ആളുകളുണ്ട്. ഈവൻ ശമ്പളം ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ അവനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരുണ്ട്. സോ എക്സ്പ്ലോയിറ്റേഷൻ ഹാപ്പൻസ് എവ്രിവെയർ. നമ്മളൊന്ന് പാവമാണ്, നമ്മളെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ എവ്രിവെയർ എക്സ്പ്ലോയിറ്റേഷൻസ് ഹാപ്പൻ. ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ഓർ മെൻ്റൽ, ഫിനാൻഷ്യൽ, എവറിത്തിങ് കീപ്സ് ഹാപ്പനിങ്. സോ ഇത് നോക്കിക്കാണുകയെന്ന് പറഞ്ഞാൽ ഒരിപ്പം ഈ പറയണ പോലെ ഇറങ്ങിയിട്ട് ഒരു യുദ്ധം ചെയ്യുക അങ്ങനെയാണോ, ഓർ വൺ മൈൻഡ് ബൈ വൺ മൈൻഡാണോ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്, അതൊക്കെ ഇറ്റ്സ് എ ബിഗർ ടോപ്പിക്, ബിഗർ തിങ് ടു ഡിസ്കസ് അബൌട്ട്. ബട്ട് ഐ ഡെഫിനറ്റ്ലി ഡു ഫീൽ ഫോർ പീപ്പിൾ ഹു ആർ എക്സ്പ്ലോയിറ്റഡ്. സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകർക്ക് എന്താണ് കാണേണ്ടത്? പോയിട്ട് ബോറടിക്കാതെ നിങ്ങളെ ഫുൾ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ദിവാഞ്ചി മൂലയിൽ പോയി ആ റേസിലിരുന്ന ഒരു ഫീലിംഗ് വരണ്ടേ? ആ റേസിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് ഞങ്ങൾ തരും. റേസ് മാത്രമല്ല, ദിവാഞ്ചി മൂല, അത് ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് ടൈറ്റിലാണ്. ഫസ്റ്റ് ടൈറ്റിൽ ദിവാഞ്ചി മൂലയാണ്. എന്താണ് ദിവാഞ്ചി മൂല? ഇനി പക്ഷേ ആരും അധികം അറിയാത്ത തൃശ്ശൂരിലെ ഈ സ്ഥലം എല്ലാവരും അറിഞ്ഞു തുടങ്ങും. സോ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഫുൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ അതിലെ ഈച്ച് മെമ്പർ ഓഫ് ദ ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എലിമെൻസും വി പ്രോമിസ്. സോ ദിവാഞ്ചി മൂല ഗ്രാൻഡ് പ്രിക്സ് ഇസ് എ ഫുൾ എൻ്റർടൈനർ, feel good movie. So please go ahead and watch it. Like you watch all other cinema. എൻ്റെ സിനിമ മാത്രമല്ല എല്ലാ സിനിമകളും കാണണം. ഇപ്പം ക്രിസ്മസിന് റിലീസായ സിനിമകളെല്ലാം ബ്യൂട്ടിഫുൾ ആണ്. ആടും അതുപോലെ മായാനദിയും വിമാനവും മാസ്റ്റർ പീസും ആന അലറലോട് അലറലും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈടയും എല്ലാ സിനിമകളും എല്ലാവരും കാണണമെന്ന് റിക്വസ്റ്റ്.